ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വില്ലേജ് ലൈഫ് വിത്ത് അജിമോൾ എന്നാണ് ഇനി ചാനലിൻ്റെ പേര്. അപ്പോൾ അതൊന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയ് മാസത്തിൽ നമുക്ക് ഏതെല്ലാം പച്ചക്കറികൾ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ജൂൺ മാസം ആകുന്നതോടുകൂടി മഴക്കാലമാകും. അപ്പം നമ്മൾ അല്പം ശ്രദ്ധയോടെ വേണം മെയ് മാസത്തിലെ കൃഷികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മെയ് മാസത്തിൽ നമുക്ക് വെണ്ട, വഴുതന, പച്ചമുളക് ഇത് മൂന്നും കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. മെയ് ആദ്യം നടന്നതോടുകൂടി നമുക്കൊരു ജൂലൈ പകുതിയോടുകൂടി ഇതെല്ലാം വിളവെടുക്കാനായിട്ട് സാധിക്കും. പലതരത്തിൽപ്പെട്ട വെണ്ടയുണ്ട്. ആനക്കൊമ്പൻ, ചുവന്ന വെണ്ട, പച്ചവെണ്ട, അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഒരു 10 ചുവട് വെണ്ടയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ വെണ്ടയ്ക്ക പറിക്കാനായിട്ട് സാധിക്കും. സ്ഥലപരിമിതിയുള്ളവർ അതിൻ്റെ അനുസരിച്ച് നടുക. അതുപോലെ തന്നെ വഴുതന, നീലവഴുതന, നമ്മുടെ പച്ചവഴുതന, അങ്ങനെ പലതരത്തിൽപ്പെട്ട വഴുതനങ്ങയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം നമുക്ക് അടുക്കളയിലേക്കുള്ളതാണ് പച്ചമുളക്. ഒരു 2 ചുവട് പച്ചമുളകെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ പടർന്നു കയറുന്ന പച്ചക്കറികളായ പാവൽ, പടവലം, പയറ്, പീച്ചിൽ അങ്ങനെയുള്ളവയെല്ലാം നമുക്ക് മെയ് മാസത്തിൽ നട്ടുകൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നട്ടുകൊടുക്കാൻ പറ്റിയ ഒന്നാണ് ചീര. ചീര ഈ സമയത്ത് നമ്മൾ കിളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് നടുക. അപ്പോൾ നമുക്ക് ജൂൺ മാസത്തിൽ മഴയോടുകൂടി ചീരയെല്ലാം നശിച്ചു പോകും. അതിന് ഇലപ്പുള്ളി രോഗം കണ്ടുവരാറുണ്ട്. വെള്ളം അധികമായിട്ട് ഇലകളിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലപ്പുള്ളി രോഗം കണ്ടുവരാറുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ചീര കൃഷി ചെയ്യുന്നത് അത്ര നന്നല്ല. പിന്നെ നമുക്ക് മെയ് മാസത്തിൽ നടാവുന്ന ഒരു പച്ചക്കറിയാണ് കുമ്പളം. കുമ്പളം, നെയ്ക്കുമ്പളം ഒക്കെ നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ നമുക്ക് കുമ്പളവും നട്ടുകൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നടാവുന്നത് ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ, ചേമ്പ് ഇവയൊക്കെ നടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം മുളച്ച് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നടാതെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നട്ടുകൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.